ഹലോ, ഇന്നൊരു ബേസ്ലെസ് മേക്കപ്പ് ലുക്ക് ആയാലോ. ഫൗണ്ടേഷനും കൺസീലറൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് ഇതാ ഈ ഒരു ലുക്ക് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡെർമോവൈവിൻ്റെ ഫേസ് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളത്. മേക്കപ്പിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു ഡെർമോവൈവ് ഫേസ് ക്ലെൻസർ സെൻസിറ്റീവ് സ്കിൻ കണ്ടീഷന് നന്നായിട്ടുള്ളൊരു ഫേസ് ക്ലെൻസറാണ്. അടുത്തത് ഞാൻ ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ബേസ്ലെസ് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു മേക്കപ്പ് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ഫുൾ ഫേസിൽ നന്നായിട്ടുള്ളൊരു കവറേജ് തന്നെ മോയ്സ്ചറൈസർ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ അക്വാലോജിക്കയുടെ ഒരു ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയറിൽ പെടുന്നത് തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്കൊരു ഗ്ലോയും കിട്ടും. നല്ലൊരു ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ജ്യൂസി ഡ്യൂ ഡ്രോപ്പാണ്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കോക്കിയുടെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫൗണ്ടേഷനും കൺസീലറൊന്നും യൂസ് ചെയ്യാത്തത് കാരണം പ്രൈമർ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ NYBയുടെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇനി അടുത്ത ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ചീക്സിൽ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് അതിലുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കോൺടോർ ചെയ്യാണ്. അപ്പോൾ കോൺടോർ നന്നായിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഒരു ഷേപ്പ് നന്നായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് കോൺടോറിന് ശേഷം ഇനി ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഐഷാഡോ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഞാനൊരു ലൈറ്റർ ഷെയ്ഡ് ഒരു വൈറ്റ് ഷെയ്ഡിൽ വെച്ചിട്ട് കൺസീലറൊന്നും നമ്മുടെ ഐലിഡിൽ അപ്ലൈ ചെയ്യാത്തത് കാരണം അത് ആദ്യം അപ്ലൈ ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഐ ഷാഡോ പ്രോപ്പറായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അധികം പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ബേസായിട്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ബേസായിട്ട് ലൈറ്റായിട്ടുള്ളൊരു ഐ ഷാഡോ മാത്രമാണ് കൊടുക്കുന്നത്. അതേ ആ ഐലിഡിൽ മുകളിൽ കൊടുത്ത പോലെ തന്നെ താഴെ ഭാഗത്തും ഞാൻ ലൈറ്റായിട്ട് ആ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ വീണ്ടും നേരത്തെ നമ്മൾ കോൺടോർ ചെയ്യാൻ യൂസ് ചെയ്ത അതേ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഐബ്രോ പെൻസിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ സെയിം ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് തന്നെയാണ് ഐബ്രോവും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഞാൻ ലാക്മേയുടെ ആബ്സല്യൂട്ട് ലൈനർ വെച്ചിട്ട് ഐ ലൈനർ ചെയ്യാണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള ബോൾഡ് ലുക്കൊന്നും കൊടുക്കുന്നില്ല. ലൈറ്റായിട്ട് ഐ ലൈനറും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം താഴെ ഭാഗത്ത് ജസ്റ്റ് ഞാൻ ഇന്നർ കോർണേഴ്സിൽ മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതേ ഐലൈനറിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഞാൻ മസ്കാരയുടെ പണിയും കൂടി ചെയ്യാണ്. ആ ഒരു കുറച്ചൊരു അതിൽ ആ ഒരു ജെല്ല് വേണമെന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് തന്നെ ഐലാഷസും കൂടി ഒന്ന് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഞാൻ ആ പാലറ്റിൽ നിന്ന് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ നമ്മൾ ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്ത് സെയിം ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിൻ്റെ അടിഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്തെ ലാഷസിൻ്റെ അടിയിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ കണ്ണ് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ ലെൻസും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ലുക്കിൻ്റെ ഗ്രേ ഷെയ്ഡിലുള്ള ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. കോക്കിയുടെ ഒരു പിങ്കിഷ് ഒരു ഓറഞ്ചിഷ് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുകൂടി കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാത്തിൻ്റെയും ഇന്ന് ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ള ലുക്ക്.
അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.